ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സെന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എന്തായി എന്ന് നോക്കാം. അടുത്ത ഭാഗം കാണിക്കുക എന്ന് പറഞ്ഞാൽ, നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ചന്ദ്രിക മഹേഷിൻ്റെ അടുത്ത് ഡിവോഴ്സ് നോട്ടീസിൻ്റെ കടലാസ് കൊണ്ടു കൊടുത്തിട്ടാണുള്ളത്. അതിലൊന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനത് ഒപ്പിടല്ലേ വേണ്ടത്, ഞാനിപ്പോൾ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ് ആ കടലാസ് ഒന്ന് മറിച്ച് നോക്കുന്നത് പോലെ നോക്കിയിട്ട് അവൻ കുത്തനെ പിടിച്ചിട്ട് അതിനെ കീറി മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അവളുടെ മുഖത്ത് തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മഹേഷ് പറയുകയാണ്, നീ വേഗം ഓടി ചെന്നിട്ട് നിൻ്റെ സിദ്ധാർത്ഥ് സാറിനോട് പോയിട്ട് പറ, മഹേഷ് എൻ്റെ ഭർത്താവ് ആ പേപ്പർ വാങ്ങിച്ചിട്ട് കീറിക്കളഞ്ഞ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് എന്നുകൂടി പോയി പറ. ഇതേ നോക്ക്, അത്ര പെട്ടെന്നൊന്നും നിനക്ക് ഞാൻ ഡിവോഴ്സ് നോട്ടീസ് തരാനും പോകുന്നില്ല, നിന്നെ ഒഴിവാക്കിയിട്ട് പോകാനും പോകുന്നില്ല. ഇതേ നോക്ക്, നീ എന്നെ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ടെന്നറിയോ? അതിന് മാത്രം ഞാൻ നിന്നെ അത്രമാത്രം അപമാനിച്ചിട്ടേ ഞാനും ഇവിടുന്ന് പോവുകയുള്ളൂ. ഏത് മോൾക്ക് വേണ്ടിയാണോ നീ ജീവിച്ചിട്ടുള്ളത്, അതേ മോളിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ അകറ്റിയിരിക്കും. ചന്ദ്രിക വല്ലാതെയായി. അവൻ കാറ് തുടച്ചിരുന്ന ബക്കറ്റും തുണികളൊക്കെ എടുത്തിട്ട് അവൻ അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് പ്രിയക്ക് കൊടുക്കുകയാണ്. ഇതേമാതിരി ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് അവൾക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അതുവഴി മലർ വന്നത്. അപ്പോൾ പ്രിയ പറയാണ്, ഏയ് മലർ ഓടി വാ, വന്ന് ആപ്പിള് കഴിക്ക്. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. എടി, അവളെ എന്തിനാ വിളിക്കുന്നത്? നീ കഴിക്ക്, നീ പറയുന്നത് കേട്ടാൽ മതി. മലർ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് ദേഷ്യത്തോടെ എണീറ്റു. എന്നിട്ട് ചോദിക്കുകയാണ്, ഏയ് മലർ, നിൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? അമ്മ പണിയെടുക്കാണ് മുത്തശ്ശി. ഓ, പാചകം ചെയ്യാണോ? നിനക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലേടി? നിനക്ക് നിൻ്റെ അമ്മയെ ഒന്ന് സഹായിച്ചു കൊടുത്തൂടെ? വീട്ടിലേക്ക് പോയി അമ്മയെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നോക്ക്, പോയിട്ട് പോ. അപ്പോൾ പ്രിയ പറയാണ്, എന്തിനാ മലറിനോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്? മലർ, ഇതാ നീ ആപ്പിള് കഴിക്ക്. പ്രിയ വെച്ച് നീട്ടിയ ആപ്പിള് മലർ മനസ്സില്ലാതെ പേടിയോടുകൂടി മുത്തശ്ശിൻ്റെ അവിടുത്തെ നിൽക്കുന്നത്. അതുകൊണ്ട് പേടിയോടുകൂടിയാണ് അത് വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയത്. മതി, നീ വീട്ടിലേക്ക് പോ. അപ്പോൾ പ്രിയ പറയാണ്, അമ്മമ്മേ, മലർ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ ഒരുപാട് ആപ്പിൾ ഉണ്ടല്ലോ, മലരും അതുപോലെ തന്നെ കഴിക്കട്ടെ. ഒരു വീട്ടിലും ഇങ്ങനെയൊന്നും നടക്കില്ല, ജോലിക്കാരിയുടെ മകൾക്ക് ആപ്പിള്. അതും പറഞ്ഞ് മുത്തശ്ശി ചിന്തിക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ പ്രിയയാണ് ഈ വേലക്കാരിയുടെ മകള്. മലര് ഇവിടുത്തെ മുതലാളിയുടെ മകള്. അപ്പോൾ മലരാണ് ഇവിടെ കസേരയിൽ കയറി ഇരുന്നിട്ട് കഴിക്കേണ്ടത്. ചന്ദ്രിക ഈ വീട്ടിൻ്റെ അവകാശിയാണെന്ന് അറിഞ്ഞാലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇതാ മലർ, ഒരു കഷ്ണം നിൻ്റെ അമ്മയ്ക്ക് കൂടി കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ താങ്ക്സ് പ്രിയ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം പിടിച്ച് മുത്തശ്ശി പറയാണ്, ഏയ് മലർ, നിൽക്ക്, അവൾ തന്നു കഴിഞ്ഞാൽ നീ ഉടൻ വാങ്ങിക്കുക, നീ അത് വാങ്ങിക്കാതിരിക്കല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അത് കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങി മുഖത്തൊരു അടിയും കൊടുത്തു. പാവം മലർ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, ഇപ്പോഴെന്തിനാ മലറിനെ തല്ലിയത്? ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാതെ അവൾക്ക് എടുത്തു കൊടുത്താൽ ആദ്യം തല്ലുന്നത് നിന്നെയായിരിക്കും. എന്താ നോക്കി നിൽക്കുന്നത്? കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പ്രിയ കയ്യിലുള്ള ആപ്പിൾ എടുത്ത് കടിക്കുകയാണ്. മലര് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ചന്ദ്രിക എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ മോളെ, എന്തിനാ മോള് കരയുന്നത്? എവിടെയെങ്കിലും വീണോ? ഇല്ലമ്മേ, മുത്തശ്ശി എന്നെ അടിച്ചു. മുത്തശ്ശി അടിച്ചോ? പ്രിയ എനിക്കൊരു കഷ്ണം ആപ്പിൾ തന്നപ്പോൾ മുത്തശ്ശി എന്നെ അത് വാങ്ങിച്ചിട്ട് അടിച്ചു അമ്മേ. മുത്തശ്ശിയോട് ചോദിക്കാതെയാണോ നീ ആപ്പിൾ എടുത്തത്? അല്ല അമ്മേ, എനിക്ക് പ്രിയ തന്നതാണത്. നീ മുത്തശ്ശിയോട് ചോദിക്കാതെ എടുത്തുകൊണ്ടായിരിക്കും അല്ലേ? അല്ല അമ്മേ, എനിക്ക് പ്രിയ തന്നതാണ്. പിന്നെ എന്തിനാ മുത്തശ്ശി അടിച്ചത്? എനിക്കറിയില്ല അമ്മേ. ഇല്ലമ്മേ, എനിക്കറിയില്ല അമ്മേ മുത്തശ്ശി എന്തിനാ അടിച്ചതെന്ന്. മുത്തശ്ശി എപ്പോഴും എന്നെ വഴക്ക് പറയും. ഇന്ന് മുത്തശ്ശി എന്നെ അടിക്കുകയും ചെയ്തു. ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല അമ്മേ. ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തേ? എന്തിനാ അമ്മേ എന്നെ മുത്തശ്ശി അടിച്ചത്? മലരിന് ഭയങ്കര സങ്കടമായി. നീ ഒരു തെറ്റും ചെയ്തില്ലടാ. ഒരു സാധനം നമ്മൾ ചോദിക്കാതെ എടുത്താലാണ് തെറ്റ്. നീ ചോദിക്കാതെ എടുത്തതല്ലല്ലോ, നിനക്ക് പ്രിയ തന്നതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾക്ക് എന്തിനാ അടിച്ചതെന്ന് ചോദിക്കാം. എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വാ മോള് വാ, എന്നാ വേഗം കഴിക്ക് എന്ന് പറഞ്ഞ്
മുത്തശ്ശി കഴിപ്പിക്കുകയാണ് പ്രിയയെ. അപ്പോൾ അവിടേക്ക് ചന്ദ്രിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ മലറിനെ അടിച്ചത്? ഞാനെപ്പോഴാ അടിച്ചത്? അപ്പം നിങ്ങളെ അടിക്കാതെയാണോ ഇവള് കരയുന്നത്? എൻ്റെ മോള് കള്ളം പറയില്ല. അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞെന്നാണോ? ഞാനവളെ അടിച്ചൊന്നുമില്ല, ചെറുതായിട്ട് മുതുകിലൊന്ന് തട്ടി, അത്ര തന്നെ. എന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് കൈവച്ചത് എന്ന്? നിൻ്റെ മോള് മോഷ്ടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? അതെ, ഇവിടെ ഇരുന്ന ആപ്പിൾ ഞാൻ അറിയാതെ എടുത്തുകൊണ്ടുപോയി. അതുകൊണ്ടാ അവളെ വിളിച്ച് വഴക്ക് പറഞ്ഞത്. അതിന് നിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന് ഡ്രാമ കളിക്കുകയായിരുന്നോ? അപ്പോൾ ചന്ദ്രിക പറയാണ്, അവള് ഡ്രാമ കളിച്ചതൊന്നുമല്ല, അവൾ ചെറിയ കുട്ടിയാ, പക്ഷെ അവൾ മോഷ്ടിക്കാറൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി, മോഷ്ടിക്കാതെയാണോ ആപ്പിൾ എടുത്തുകൊണ്ട് പോയത്? അപ്പോൾ ചന്ദ്രിക മലറിനോട്, മലർ, നീ ഇവരോട് ചോദിക്കാതെയാണോ ആപ്പിൾ എടുത്തത്? ഇല്ല അമ്മേ, പ്രിയ എനിക്ക് തന്നത്. അതേ ആൻറ്റി, ഞാനാ മലറിന് കൊടുത്തത്, അവൾ എടുത്തിട്ടില്ല. മലറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. മുത്തശ്ശി അവളെ വെറുതെ തല്ലിയത്, പ്രിയ പറയുകയാണ്. മുത്തശ്ശി, ഏയ് എന്താടി, മലർ വന്നപ്പോൾ നീ അവളുടെ കൂടെ നിന്നോ? നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, നിന്നെ ശരിയാക്കുന്നുണ്ട്. ദേ നോക്കൂ, നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിച്ചാൽ ഞാൻ മര്യാദയായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടെ നടക്കുന്നത് വേറെയായിരിക്കും. നീ എന്ത് ചെയ്യാനാ? എൻ്റെ കുഞ്ഞിൻ്റെ മേലെ വെച്ച കൈ ഞാൻ ഒടിച്ച് അടുപ്പിൽ വെച്ചേനെ. മുത്തശ്ശി കൈ നീട്ടി അവളുടെ നേരെ കാണിക്കുകയാണ്. ഇന്നാ നീ ഒടിച്ച് അടുപ്പിൽ വെക്കുന്നത് ഒന്നെനിക്ക് കാണണം. അവൾ കൈകൊണ്ട് വിലക്കി. ഇനിയൊരിക്കൽ എൻ്റെ മോളുടെ കൈവച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ല സംസാരിക്കുന്നത്. വാ മോളെ എന്നും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും പോയി. മുത്തശ്ശി കൈയും നീട്ടി പറയാ, ഒരു ജോലിക്കാരിക്ക്. പിന്നെ ശേഷം ആ മനസ്സുകൊണ്ട് നിർത്തി. അയ്യോ അല്ല, അവളിവിടുത്തെ യജമാനത്തിയല്ലേ. ഞാൻ പിന്നെയും അവൾ ജോലിക്കാരിയാണെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ സംസാരത്തിൽ അങ്ങനെയാണ് വന്നു പോകുന്നത്. പറയാൻ പറ്റൂല, ചന്ദ്രിക ചിലപ്പോൾ ഈ വീട്ടിൻ്റെ യജമാനത്തി ആയിക്കഴിഞ്ഞാൽ എൻ്റെ കൈ പിടിച്ച് ഓടിച്ചെന്നും വരും. അതിനു മുമ്പേ അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം. പിന്നെ കാണിക്കുന്നത് ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, ആരുടെ പേരിലാണ് അർച്ചന? മഹേഷ് ഇന്നേ നക്ഷത്രം എന്നും പറഞ്ഞ് അവൾ അർച്ചന കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൾ മഹേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നവളാണ്. അപ്പോൾ അവൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ടതൊക്കെ കഴിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ മഹേഷ് എവിടെയുണ്ട്? ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുകയാണ് അവൾ. കാര്യം അയാൾ ഒരു ഫോണിലായിരുന്നു. അവൾ ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്ത ഭസ്മമൊക്കെ അവൻ്റെ നെറുകയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ചേട്ടാ ഈ പൂവ് ഒന്ന് എൻ്റെ തലയിൽ വെച്ച് തരുമോ? ആ വെച്ച് തരാം എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നിന്ന് അവൻ വെച്ച് കൊടുക്കുകയാണ്. ദൂരെ നിന്ന് ചന്ദ്രിക ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. ശരി, ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പ്രദക്ഷിണ വെച്ചിട്ട് വരാം. ശരി. ശേഷം ചന്ദ്രിക അടുത്തേക്ക് വന്നു, അയാളുടെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, ഇതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എൻ്റെ താലി പൊട്ടിച്ച് വാങ്ങി വിവാഹ നോട്ടീസിൽ ഒപ്പിടിച്ചില്ലേ? എന്നിട്ട് എന്തായി? അപ്പോൾ അവൻ, അത് പിന്നെ സിദ്ധു സാറിനോട് എന്നെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മര്യാദയ്ക്ക് എൻ്റെ ഡിവോഴ്സ് തന്നേക്ക്. നിനക്ക് ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? അല്ല, ഇത്രയും നാൾ ചോദിക്കാത്തവൾ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ടെന്താ വിവാഹമോചനത്തിന് ചോദിക്കുന്നത്? നിന്നെ പിരിഞ്ഞിട്ട് 7 വർഷമായി, ഇത്രയും കാലം നീ ചോദിച്ചിട്ടില്ല, ഇപ്പോഴെന്താ പെട്ടെന്നൊരു ചോദ്യം? അതായി എൻ്റെ സംശയം മുഴുവൻ. നീ വേറൊരുത്തിയെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം പിന്നെ ഞാനിനി ഭാര്യയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് വിവാഹമോചനം തരാൻ വേണ്ടി പറഞ്ഞത്. തന്നില്ലേലോ? തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നീ എന്തിനാണ് ഇപ്പോൾ വിവാഹമോചനത്തിന് ചോദിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ആ സിദ്ധാർത്ഥ് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ വിവാഹമോചനത്തിന് ചോദിക്കുന്നത്? ദേ നോക്ക്, ഇതും സിദ്ധു സാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ആവശ്യമില്ലാതെ എന്നെയും സിദ്ധു സാറിനെയും ചേർത്ത് പറയണ്ട. അദ്ദേഹം നിങ്ങളെപ്പോലെ തരം താഴ്ന്നവനല്ല. നിങ്ങൾ മേഘയോട് വിവാഹമോചനം ഇതുവരെ നടന്നിട്ടില്ല, വീണ്ടും അവളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാ എന്താണെന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. അതെ പറഞ്ഞു. എന്താ, എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ പാടില്ലേ? എന്ന് പറഞ്ഞ് അവൾ തുപ്പി. നിങ്ങൾക്കിങ്ങനെ സംസാരിക്കാൻ നാണയില്ലേ? ദേ നോക്ക്, ഇങ്ങനെയുള്ള ഉദ്ദേശവുമായി നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ, കണ്ണ് ചൂഴ്ന്നെടുക്കും ഞാൻ. ഒരു ദയയും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട, പറഞ്ഞേക്കാം ഞാൻ. എന്നെ ഒഴിവാക്കിയിട്ട് ആ സിദ്ധാർത്ഥ സാറുമായിട്ട് സെറ്റിലാവാമെന്നാണോ നിന്റെ വിചാരം? എങ്കിലത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ദേ നോക്ക്, ഞാൻ ഈ ജന്മത്തിൽ നിനക്ക് വിവാഹ നോട്ടീസ് തരില്ല, മോചന നോട്ടീസ് തരില്ല.
നീയും സിദ്ധാർത്ഥും ഇങ്ങനെ തന്നെ കിടന്ന് ചാവേണ്ടി വരും. ദേ നോക്ക്, ഞാൻ വീണ്ടും പറയാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സിദ്ധാർത്ഥ് സാറിനെ വലിച്ചിടേണ്ട ആവശ്യമില്ല. ആദ്യം എനിക്ക് വിവാഹമോചനം തന്നിട്ട് നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും പോയി ജീവിച്ചോ. ശരി, ഞാനിപ്പം വിവാഹമോചന നോട്ടീസ് തരാത്തതാണോ നിനക്കും സിദ്ധാർത്ഥിനും വലിയ പ്രശ്നമായിട്ടുള്ളത്? എന്താടാ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവൾ കൈ ഓങ്ങി അവനെ അടിക്കാൻ വേണ്ടിപ്പോയി. അപ്പോഴേക്കും അവൻ കയ്യിൽ കടന്ന് പിടിച്ചു. എടോ കൈവിട്, കൈവിടാൻ. ഇനി ഒരു തവണ കൂടി എന്നെയും സിദ്ധാർത്ഥ് സാറിനെയും വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും ഞാൻ. കൈവിട്രാ. അപ്പോൾ അവൻ കണ്ടവന് വേണ്ടി സ്വന്തം ഭർത്താവിൻ്റെ മേൽ കൈ ചൂണ്ടി. അല്ലേ നീ? നാളെ ഈ സമൂഹം നിന്നെ മോശക്കാരിയാക്കില്ലേ? ഛീ, ഞാനെന്തിനാണ് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ അതിൻ്റെ സൈഡിൽ വന്നിട്ട് സിദ്ധുവും അവൻ്റെ കൂട്ടുകാരനും നിൽക്കുന്നുണ്ട്. അവരിതൊക്കെ കാണുന്നുണ്ട്. നിന്നെപ്പോലെ ഞാൻ തരം താഴ്ന്ന് ജീവിക്കുന്നില്ല. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്താണ് ജീവിക്കുന്നത്. ചന്ദ്രികെ, എന്താ പ്രശ്നം? സിദ്ധു അടുത്തേക്ക് വന്നു. ആഹാ, ചോദിക്കാൻ വന്നല്ലോ. വരണം സാർ. നിന്റെ ഈ മുനവെച്ചുള്ള സംസാരം ഉണ്ടല്ലോ, എൻ്റെ അടുത്തെടുത്താൽ ഞാൻ തൂലച്ച് കളയും നിന്നെ ഞാൻ. സാർ, ഭർത്താവും ഭാര്യയും വെച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇടയിൽ കയറി വന്ന് സംസാരിക്കുന്നത് ശരിയാണോ സാർ? അപ്പം ചന്ദ്രിക, ആരാണാടോ ഭാര്യയും ഭർത്താവും? ഇനി ഒരു തവണ കൂടി അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ തന്നെ പറ്റില്ല. ദേ നോക്ക്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും എനിക്ക് നന്നായിട്ടറിയാം. ഓ സൂപ്പർ, അറിയാം അല്ലേ? എങ്കിൽ പോവാൻ നോക്ക്. അപ്പം സിദ്ധു പോയി അയാളുടെ കോളറിൽ പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, എടാ നീ ഇനി ഒരിക്കൽ കൂടി ചന്ദ്രികയെ ബുദ്ധിമുട്ടിക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. മര്യാദയ്ക്ക് ചന്ദ്രികയെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നോക്ക്. അപ്പം മഹേഷ് പറയാണ്, അങ്ങനെ പോയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നിന്നെ എങ്ങനെ ചന്ദ്രികയുടെ അടുത്ത് നിന്നും അകറ്റി നിർത്തണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓ ശരി, എങ്കിൽ കാണാലോ. സാർ, ഇവനെയൊന്നും തൊടാൻ നിൽക്കല്ലേ. ഇവനെ പോലുള്ളവരുടെ ശരീരത്തിൽ തൊടാൻ സാറിനെ പോലുള്ളവരുടെ കൈക്ക് മോശമാണ്. അതെ അതെ, സാറിൻ്റെ കൈ കൊണ്ട് തൊടാൻ അർഹതയുള്ളവൾ നീയാണല്ലോ അല്ലേ? എടാ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അടി മഹേഷിൻ്റെ ചെകിട്ടത്ത് കിട്ടി. എടാ എന്താടാ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ സംസാരിച്ചാൽ കിട്ടുന്നത് വേറെയായിരിക്കും. അപ്പോഴേക്കും അവൻ്റെ ആ പെണ്ണുണ്ടല്ലോ അവൾ വന്ന്, ചേട്ടാ എന്താ പ്രശ്നം, എന്താ? അത് ഒന്നുമില്ല, അത് സാറുമായിട്ടുള്ളൊരു മീറ്റിങ്ങാ. സിദ്ധു സാറേ, സാറ് വിചാരിക്കുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഡേ പോടേ. ചേട്ടാ വാ പോകാം എന്ന് പറഞ്ഞ് അവൾ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ ഒരു മാതിരിയുടെ ഡയലോഗ്. എടാ നീ എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നേരെ വക്കീലിനോട് സംസാരിക്കുക. നേരെ ഇവനെ കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഡിവോഴ്സ് വാങ്ങിക്കാം. ഡിവോഴ്സിന് വേണ്ടി നമ്മൾക്ക് അവിടെ വെച്ച് അപ്ലൈ ചെയ്യാടാ. എടാ അതിന് അവൻ സമ്മതിക്കണ്ടേ? അവൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ചന്ദ്രിക പറയാണ്, സാർ ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ. ഇവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ ഡിവോഴ്സ് വാങ്ങണമെന്ന് എനിക്ക് അറിയാം സാർ. ചില കാര്യങ്ങളൊക്കെ സാറ് വിട്ടു നിൽക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ പോലുള്ള ആൾക്കാരൊക്കെ സാറിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാതെ വിഷമം തോന്നി. അതും പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ചന്ദ്രികയെ ഞാൻ സ്നേഹിക്കുന്ന വിവരം മേഘ മനസ്സിലാക്കിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ മഹേഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതേടാ, ആ മേഘയുടെ സഹായം ഉള്ളത് കൊണ്ടാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും. മേഘയ്ക്ക് ചെക്ക് വെച്ചാൽ മാത്രമേ ഇവൻ അടങ്ങൂ. അവൻ പ്രാർത്ഥിക്കുന്ന ചന്ദ്രികയെ തന്നെ നോക്കി നിന്ന് അവന് വല്ലാത്ത വിഷമായി ചന്ദ്രികയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. പിന്നെ കാണിക്കുന്നത് മേഘയെയും കൊണ്ട് മഹേഷ് പോവുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, എന്താ മഹേഷ് പോകാമോ? ഓ മേഡം കയറിക്കോളൂ മേഡം. വണ്ടിയിൽ വെച്ച് അവൾ ചോദിക്കുകയാണ്, അല്ല മഹേഷ്, ചന്ദ്രിക എന്ത് പറയുന്നു? മലരിപ്പം നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നേ? ഇല്ല മേഡം, അവർ രണ്ടുപേരും ഒരു ശത്രുവിനെ കാണുന്നത് പോലെയാണ് എന്നെ കാണുന്നത്. ഞാൻ മോളെടുത്ത് എത്ര അടുക്കാൻ ശ്രമിച്ചാലും അവൾ എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക മേഡം. ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മഹേഷ്, പിന്നെ എല്ലാം അങ്ങോട്ട് ശരിയായിക്കോളും. മേഘ മേഡം, ഇന്ന് ദീപയും ഞാനും അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ചന്ദ്രിക അവിടെ എത്തി. എന്നെ ദീപയുടെ കൂടെ കണ്ടതും അവൾക്ക് ആകെ ദേഷ്യം വന്നു. മേഘ, പിന്നെന്താ ഉണ്ടായേ? അപ്പം മഹേഷ് എല്ലാം കഴിഞ്ഞതൊക്കെ ലൈവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രിക അവനെ അടിക്കാൻ നോക്കിയതും ചന്ദ്രികയുടെ കയ്യിൽ അവൻ കയറി പിടിച്ചതും അതിനുശേഷം സിദ്ധു സാറ് അടിച്ചതും ഒക്കെ എല്ലാം അവൻ വിശദീകരിച്ചു നമ്മളെ മേഘയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണെന്നറിയില്ല മേഡം, കാര്യം ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സിദ്ധു സാറിന് നല്ല ദേഷ്യം വന്നു. എന്താ മേഡം സാറിന് അങ്ങനെ ദേഷ്യം വരുന്നത്? അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താ ദേഷ്യം വരുന്നതെന്ന് എനിക്കല്ലേ അറിയൂ. അവൻ ചന്ദ്രികയെ വിവാഹം കഴിച്ച് അവളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ.
ഇനി ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യമല്ലേ വരികയുള്ളൂ. ചന്ദ്രികയും അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ചന്ദ്രികയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഡിവോഴ്സ് തരില്ല, എനിക്ക് നിന്നെയും മോളെയും വേണമെന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ ബൈ.